എങ്കിലും നീ ചെന്ന് ഫോൺ എടുത്ത് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് വിളിച്ചു നോക്ക്. നടേശൻ സാറിന്റെ മകൾ ചന്ദ്രലേഖയെ കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ അവള് പറഞ്ഞോളൂ. ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ ചെന്ന് പ്രാക്ടീസ് ചെയ്യും. നാളെ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് ചവിട്ടി ആടാനുള്ളതല്ലേ. നീ ഓർത്തോ, നീ വെല്ലുവിളിച്ചത് എന്റെ ടെറിട്ടറിയിൽ വന്ന ഇതിനുള്ള മറുപടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നീ ചെവിയിൽ നുള്ളിക്കോ. ഇവിടൊക്കെ തന്നെ കാണുഞ്ഞ്. ഞാനും. പിന്നെ ഒരു കാര്യം കൂടി, നിനക്ക് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ നിന്ന് ഒരു വിളി വരും. നീ ഉൾപ്പെട്ട ഒരു കസ്റ്റഡി മരണത്തിന്റെ പേരിൽ. തൽക്കാലം അത്ര അറിഞ്ഞാ മതി. സാറെന്തിനാ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ മാഡം? അധികം താമസിയാതെ ഞങ്ങളെ കിടപ്പാടമില്ലാത്തവരെ മാറും. മാഡം എന്തൊക്കെ സാറേ പറയുന്നത്? അക്ഷര പറഞ്ഞത് സത്യം വരട്ടെ. മുതലും പലിശയും എത്രയും വേഗം കൊടുത്തു തീർത്തില്ലെങ്കിൽ വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്നാ തങ്കച്ചിയുടെ ഉഗ്രശാസന. അവര് വന്ന് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി സാറും മേഡവും ആ വീട് വിട്ടിറങ്ങേണ്ട കാര്യമുണ്ടോ? ഇറങ്ങിയേ പറ്റൂ.